ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. സോ ഞാൻ പെട്ടെന്നൊരു ഇൻട്രോ ഒക്കെ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റാം. ഞാൻ ആക്ച്വലി ഇന്ന് ബ്രേക്കിന് വേണ്ടി വീട്ടിൽ വന്നിരിക്കുക. വെളുപ്പിന് ഒരു 2 മണിയായി. ഇന്ന് എനിക്ക് 16 മണിക്കൂറത്തെ ഷിഫ്റ്റാണ്. അപ്പോൾ ബ്രേക്കിന് ഞാൻ വീട്ടിൽ വന്ന് നാളെ ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി വന്നാൽ. സോ എനിക്ക് അവിടെ തയ്യൽ മെഷീനൊക്കെ ഉണ്ട്. ഞാൻ തന്നെയാണ് ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ പിന്നെ ആ ഡ്രസ്സ് ഫംഗ്ഷന് വേണ്ടി ഇതിനകത്ത് ആ വ്ളോഗിൻ്റെ പാട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്ത ഡ്രസ്സ് ഞാൻ അന്ന് നാട്ടിൽ ചെന്നപ്പോൾ മീഡിയത്തിലാണ് എടുത്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്മോൾ അങ്ങനെ നിൽക്കുക. സോ ഞാൻ തന്നെ അത് ഷേപ്പ് ചെയ്ത് ടക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളത്തെ പരിപാടിക്ക് വേണ്ടി. പിന്നെ അല്ലറ ചില്ലറ അടുക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ്, സിബ്ലിങ്സ് എന്ന് പറയാം, അത്രയും ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. സോ അവർ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പം മുഴുവൻ അലങ്കോലായിട്ട് കിടക്കുകയാണ്. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊന്ന് വന്നതാണ്. സോ ഇനി ഞാൻ അവർ വരുമ്പം ഉള്ള കാണിക്കാം ക്ലിപ്സ്. ഓക്കേ, ചത്തി ഫ്ലാറ്റിലെത്തി. പിന്നെ പൊന്നളിയാ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടല്ലോ, നമുക്കൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. അമ്മേ, ഈ 16 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ ഉണക്കപ്പൂട്ട് പോലെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ ഓരോ മുടിയൊക്കെ വരും, ഈ മറ്റേ പിള്ളേഴ്സിനെ കൂട്ട്. ഇനി കുളിക്കണം, നനയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എൻ്റെ കട്ട്ലറ്റും പപ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അതൊക്കെ കുക്ക് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 16 hour ഷിഫ്റ്റ് വന്നതാണ്. സോ എനിക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഇവിടെ ചുറ്റും കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ മേടിച്ച് കൊടുത്ത് പുഷ്പിപ്പിച്ചെടുക്കാം. എന്തായാലും ഇവർക്ക് ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല. ഞാൻ പോയിട്ട് കുളിക്കട്ടെ. അമ്മേ, ഇതൊക്കെ ഒരു മനുഷ്യനെ കാണാൻ പറ്റുന്ന കോലത്തിലാക്കി എടുക്കണമെങ്കിൽ എന്നാ പാടുപെട്ടാൽ. ഓക്കെ ഗായ്സ്, സോ എനിക്ക് ശരിക്കും ഇതിൻ്റെ ബാത്റൂം കേട്ടോ, എനിക്ക് ശരിക്കും വ്ളോഗ് ഒന്നും എടുക്കാൻ അറിയത്തില്ല. ഓക്കെ, സോ ഞാനൊരു ഐഡിയ ഒക്കെ വെച്ചിട്ടൊരു പ്രകാരത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് പോരായ്മകളെല്ലാം ക്ഷമിക്കണം. എനിവേ, സോ ഇത് ഞാൻ എൻ്റെ ബാത്റൂമിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന. ഞാൻ എന്തായാലും ഒരുങ്ങി. അവരിനിയിപ്പം 1/2 മണിക്കൂറേ ഉള്ളൂ. അപ്പം നമ്മൾ ബട്ടർ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പൊറോട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അത് കാസറോൾ ഡിഷിൽ എടുത്ത് വെച്ചിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഭയങ്കര പർട്ടിക്കുലറാണ്, ഇന്ന സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ. സോ അവർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വിശന്ന് വണ്ടി ഓടിച്ച് വരുന്നതല്ല, എന്തായാലും കുറച്ച് കഴിക്കാം. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ബാക്കി മേടിച്ചു കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് ഒരുങ്ങി വൈകുന്നേരമുള്ള പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. സോ ഐ എം സോ എക്സൈറ്റഡ്. കുച്ചുകളെ ഇതൊക്കെ വ്ളോഗില് വരും കേട്ടോ. ബെന്നെന്തിയേ? എടാ താത്തടോ, ബെന്നൊന്നും കാണാൻ വരുന്നില്ല. ബെന്നെ അപ്പുറത്ത്. എടാ ദുഷ്ടാ, ഇതിന്റെ പിടിച്ചു കയ്യോ. നീ മേടിക്കണ്ട, ഇനി ഉള്ളിൽ ചെന്നിട്ട് എടുക്കുള്ളൂ. ഹായ് ബെന്നെ. നോ, അത്രയും വീഴുന്നില്ല. ഞാനിപ്പോ കാണിച്ചത് ക്യാമറയുടെ മുന്നിൽ വരുന്ന ക്രിസ്മസ് ഗിഫ്റ്റ്. ബോംബൊന്നും അല്ലല്ലോ. നിങ്ങള് നേരത്തെ ക്രിസ്മസ് ആയില്ല. അടുത്ത ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാ ക്രിസ്മസ്. എനിക്കറിയാം, കാരണം നാട്ടിൽ നിന്നാണോന്ന് എനിക്കൊരു സംശയം. ഒരിക്കലും എനിക്ക് സങ്കടമായി. പേപ്പർ അത് കീറിപ്പോയി. എനിക്ക് ഇഷ്ടമാ പേപ്പറൊക്കെ സേവ് ചെയ്ത് വെക്കാൻ. ഞാൻ സൂക്ഷ്മമായിട്ട് ഞാൻ തുറക്കാം, സൂക്ഷ്മമായിട്ട്. ഗൈസ്, ഇത് വ്ളോഗിൽ എക്സ്ട്രാ എഫിഷ്യൻസ് ആണ്. ഷാൻ വ്ളോഗിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലാത്ത ഗൈസ്. ദൈവം ഇവർക്ക് അൺഫോളോ ചെയ്തിട്ട് ഞാൻ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദൈവമേ, എന്താ എഴുതിയിരിക്കുന്നത്? തമിഴാ? പെർഫ്യൂമാന്ന് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങടെ എനിക്കറിയാം, ഇതിങ്ങക്ക് എനിക്ക് ഇത് വേറെ ഭാഷയാണ് ഗൈസ്. മെയ്ഡ് ഇൻ ഇറ്റലി എന്നൊക്കെ ഗൈസ്. ഒന്നും ഒരു പിടി കിട്ടുന്നില്ല. നല്ല രസമുണ്ട്. ഇത് എന്താ സംഭവം? ഇത് പെർഫ്യൂം അല്ലേ? ഇത് പെർഫ്യൂമാ ഗൈസ്. നിങ്ങൾക്ക് അറിയാമോ എന്റെ പെർഫ്യൂം കളർ? ഇതെന്നാ ഗൈസ്? നിങ്ങൾ എന്തിനാ ഗൈസ് ഇന്ന് മേടിച്ച്? എനിക്ക് സങ്കടം വരുന്നത്. നിങ്ങൾ എന്നാത്തിനാ മേടിക്കാൻ പോയേ? എന്തോന്നോ കോൺസെൻട്രേറ്റ് പെർഫ്യൂമാണ്. ഈ പാവം പിള്ളേര് ഉടുതുണിക്ക് മറുതുണില്ലാത്ത മെഷീൻ ഇവിടെ ഓടിച്ചോണ്ട് വന്നതും പോരാ. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഉണക്ക ബട്ടർ ചിക്കൻ അല്ലാതെ ഇതിനൊന്നും കോസ്കോയില് ചെന്നിട്ട് വാങ്ങാലോ എന്ന്. ഞാനിത് പൊട്ടിക്കണം. എനിക്ക് പൊട്ടിക്കണ്ട, എനിക്ക് സങ്കടം പൊട്ടിക്കാൻ. അൺബോക്സിംഗ് ആണ് ഗൈസ്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. മറ്റേ നഖം കൊണ്ടുള്ള ഇതൊക്കെ ചെയ്യും. ആ
This is ASMR. So we're gonna open this box of perfume. It's a gift from my siblings, guys. എൻ്റെ ശരിക്കുള്ള സിബ്ലിങ്സ് വ്ലോഗ് കാണുമ്പോൾ അവരാണേ. നിനക്ക് സിബ്ലിങ്സ് പെട്ടെന്നുണ്ടായി എന്ന് പറയും. കർത്താവ് ഇതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അവരുടെ തനി സ്വഭാവം അറിയാൻ ശരിക്കും നല്ല ഡീസൻ്റ് ആയിട്ട് വ്ലോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. ആക്ച്വലി എനിക്ക് പഴതിമാൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം ഗൈസ്. ASMR. എന്റെ മുടിയൊക്കെ കൊള്ളാവോ ഇതിനകത്ത്? എനിക്കിതുപോലെ ഇരിക്കുന്നതില്ല, ഇതുപോലത്തെ കുപ്പിയേ എനിക്കില്ല. ഒയ്യോ, എല്ലാം നിലത്തോട്ടൊക്കെ വീഴുന്നു. ഭയങ്കര രസമുണ്ട് ഗൈസ്, ഗോൾഡൻ കളറിലൊക്കെ. എനിക്കൊരു ലക്ഷറി ലുക്ക്, ഇതിന് ഒരു ലക്ഷറി ലുക്ക്. ഓ മൈ ഗോഡ്. ഞാൻ ഇത് അടിക്കട്ടെ, ഞാൻ കയ്യിലടിക്കാം. എനിക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയണം. അത് നീ അയ്യോ, എനിക്ക് എപ്പോഴും എന്റെ ബാല്യകാലത്ത് ഞാനിത് മണത്തിട്ടുണ്ട് എവിടെയോ. ഇതെല്ലായിരിക്കും മണത്ത്, ഇതുപോലത്തെ എന്തോ മണത്തിട്ടുണ്ട്. എനിക്ക് ഡേജാവോ, എനിക്ക് നൊസ്റ്റാൾജിയ. കൊള്ളാം ഗൈസ്, ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഇവിടെ മുടി വെട്ടുന്ന കാര്യം എക്സ്പെക്ട് ചെയ്ത്. ഓ, വിത്ത് ക്യാപ്. അങ്ങനെ അടയത്തുള്ളൂ, ബാക്കി അടയത്തില്ല. That's okay, I'll adjust. ചേച്ചിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരെങ്കിലും ഒന്ന് ഇടുവോ? നീ പാടണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കണ്ണാടി പുഴയുടെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ടോ ഗൈസ്. ദിസ് ഇസ് മൈ ബട്ടർ ചിക്കൻ. ഇതൊക്കെ വിളിക്ക് വ്ലോഗ് ഇടാനുള്ളതാ ഗൈസ്. ഇത് പൊറോട്ടയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് നമ്മൾ മൈക്രോവേവിലിട്ട് ചൂടാക്കിയെടുത്താണ്. ഇത് ചുമ്മാ നമ്മൾ ചോറ് ഭംഗിക്ക് നമ്മൾ സൈഡിൽ വെക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് ചോറും കൂടെ ഞാൻ വെച്ചേക്കാം. ഇതൊക്കെ മാങ്ങ ജ്യൂസാണ് ഗൈസ്, ഇതൊക്കെ മാങ്ങ ജ്യൂസാണ്. ഇതൊക്കെ നമ്മൾ കോസ്കോയുടെ മാങ്ങ ജ്യൂസാണ്. ഇതാണ് നമ്മുടെ എസ്റ്റീംഡ് ഗസ്റ്റ്, നമ്മൾ നാളുകളായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ഗസ്റ്റാണ്. അവള് കുറച്ച് ക്യാമറ ഷൈ ആണ്, മൈൻഡ് ചെയ്യണ്ട ഗൈസ്. എൻ്റെ അപ്പാർട്ട്മെന്റ് കോലവും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ബട്ടർ ചിക്കൻ മണത്തപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? സാമ്പാറിന്റെ മണം. ബട്ടർ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ബട്ടർ ചിക്കനെ പുച്ഛിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞു കൊടുക്കും, നീ നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ട് എന്ന്. എൻ്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ബെൻ പറയും. ബെന്നെ കൊള്ളാവോ? സത്യം പറ, കൊള്ളാവോ? എടാ സത്യം പറ, കൊള്ളാവോ? എടാ കൊള്ളത്തില്ലേ? എനിക്ക് അവനെ അത്ര വിശ്വാസമില്ല. നിങ്ങൾ കഴിച്ചിട്ട് പറ. എനിക്ക് ഇവനെ അത്ര വിശ്വാസമില്ല. ഇവൻ കൊറേ നേരം എടുത്തിട്ട് നല്ല എന്നൊക്കെ പറയും. ഒന്നോട്ട് ചോദിക്കൂ. യൂട്യൂബ് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ചോദിക്കേ. എനിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ മടിയാന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എങ്ങനെയുണ്ട് പറയൂ, നിങ്ങൾ ഓരോരുത്തരും പറയൂ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പൊറോട്ട ഞാനെല്ലാം ഉണ്ടാക്കിയിട്ടോ, അത് ഫ്രോസനാ. പിന്നെന്താ, മക്കനി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ വെന്താലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ കറികളെല്ലാം നിങ്ങൾ സ്റ്റോറി കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ നോർത്ത് ഇന്ത്യൻ ആയിട്ട് ഇതുപോലത്തെ സാധനമൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ ഗൈസ്. എൻ്റെ ബട്ടർ ചിക്കനെ കാണാൻ ഒരു ബട്ടർ ചിക്കൻ്റെ ലുക്കിലെങ്കിലും ചെത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിലും ഓ എന്താ അല്ലേ ഗൈസ്. ഇവരെ എൻ്റെ അനുയായികളൊക്കെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ എൻ്റെ അഭിപ്രായം പുറകിലുള്ള സലൂൺ കണ്ടിട്ട്? സൂപ്പർ. ഒരു 16 പെർഫ്യൂം ഒന്നിച്ച് വായുവിൽ അടിച്ചതിന്റെ ഒരു ശ്വാസകോശം സ്പോഞ്ച് പോലെ പോയി എല്ലാം മണവും കട. ഇനി നമ്മൾ വൈകിട്ട് പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ കണ്ടോ, എൻ്റെ പുരിക കണ്ടില്ലേ ഞാൻ പോയി എടുത്തത്. അപ്പം അതുപോലെ ഇവിടെ തൊട്ടെടുത്ത് കൊണ്ടുപോയി പുരിക എടുത്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ? കുഞ്ഞോര് പുരിക ഇച്ചിരിയേ ഉള്ളൂ. ഇവളുടെ നമുക്ക് പോയിട്ട് എടുത്ത് കൊടുക്കാം. ഓക്കെ ഗായ്സ് നമ്മൾ പിന്നെ ബാക്കി ഇത് ഞാൻ കട്ടൗട്ട് ചെയ്യും. ഞാൻ കട്ടൗട്ട് എന്ത് വൃത്തിയാണ്. ഹായ് ഗായ്സ്, നമ്മളിവിടെ എത്തി. മിന്നു, ഹന്ന, ബെന്നക്ക് ബ്ലോഗിൽ കയറണ്ട. നമ്മളിവിടെ സ്വാദിഷ്ടമായ കട്ട്ലേറ്റും സർലാസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രതീഷ് എല്ലാവരുടെയും തീർന്നോ? ഓക്കെ, രതീഷിനെ ഞാൻ വേറെ കാണിക്കാം. ഇവിടെ നമുക്ക് രതീഷ് ഉണ്ട് ഗൈസ്. ബോളിനെയാണ് ഞാൻ രതീഷ് എന്ന് വിളിക്കുന്നത്. ഞാൻ എടുത്തില്ല ബിക്കോസ് ഐ എം ഡയറ്റിങ്. ആൻറ്റി സ്കിൻ, ആൻറ്റി ഫേസ്, ആൻറ്റി ബോൺസ്. ഞാൻ കോരം പറയാറില്ല ചേച്ചി.
മമ്മി ഇവരൊക്കെ രതീഷിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ ഇതിനെ വിളിക്കുന്നത് നിവിൻ പോളി എന്നാണ്. ഒരു മൈൻഡും ചെയ്യാത്ത Day to you, happy birthday to you, happy birthday dear Mikey Mutte, happy birthday to you. May the good Lord bless you ഒന്നും ഇല്ലേ? ബ്ലെസ്സിങ്സ് ഒന്നും വേണ്ടേ നമുക്ക്? പൊടിമീശക്കാരന് 16 എന്റെ ദൈവമേ. അങ്ങനെ പറയരുത്, അതെനിക്കിട്ടൊരു കുത്താണ്.